ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ അഡ്വക്കേറ്റ് ധന്യൻ വർഗീസ്, നിങ്ങളുടെ ഫാക്കൽറ്റി ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഒരു പേപ്പറിൻ്റെ ബ്രിഡ്ജ് കോഴ്സ് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പേപ്പർ ടു കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ. അത് കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ IIIയുടെ മലയാളം യൂട്യൂബ് ചാനലിൽ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. യു ക്യാൻ ഗോ വാച്ച് യുവർ പേപ്പർ ടു കോർപ്പറേറ്റ് ആൻഡ് അതർ ലോയുടെ ബ്രിഡ്ജ് കോഴ്സ് ആസ് വെൽ. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് വേറൊരു പേപ്പറും കൂടെ എടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് 2-നകത്തെ പേപ്പർ 6 സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ഇറ്റ്സ് എ കംപ്ലീറ്റ് 100 മാർക്സ്. നൗ കമ്മിങ് ടു ദിസ് പെർട്ടിക്കുലർ പേപ്പർ, ദിസ് ഇസ് ഓൺലി 50 മാർക്സ്. 50 മാർക്കാണ്. ഗ്രൂപ്പ് 2-ൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇഫ് യു ലുക്ക് ഇൻ ടു ദ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും പേപ്പർ 6B എന്നാണ് എഴുതിയേക്കണത്. സോ പേപ്പർ 6B എന്ന് പറഞ്ഞാൽ ഇതിനൊരു പാർട്ട് എയും കൂടെ ഉണ്ട്, 6A, വിച്ച് ഇസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അത് വേറൊരു ഫാക്കൽറ്റിയാണ് ക്ലാസ് എടുക്കുന്നത്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി എ പ്രോബ്ലം പേപ്പർ. നൗ കമ്മിങ് ടു അവർ പാർട്ട്, ഇറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി തിയറി പേപ്പർ. അപ്പോൾ എങ്ങനെയാണ് ഈ പേപ്പർ, എന്തൊക്കെ പഠിക്കാനുണ്ട്, അതൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് ഇസ് എ ബ്രിഡ്ജ് കോഴ്സ് വേറിൻ ഞാൻ 2ആയിട്ടാണ് എൻ്റെ സെഷൻസ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ പറയുന്ന സെഷനിൽ, ഈ സെഷൻ ഇറ്റ്സ് എ വെരി സ്മോൾ സെഷൻ. അവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ പെർട്ടിക്കുലർ സബ്ജക്റ്റ്, എത്ര മാർക്സ് ആണ് ടോട്ടലായിട്ടുള്ളത്, MCQs ഉണ്ടോ, അതുപോലെ ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു ബേസ് ഐഡിയ ഐ വിൽ ബി ക്രിയേറ്റിംഗ് ഫോർ യു. നോ കമ്മിങ് ടു ദ സെക്കൻഡ് പാർട്ട്, പാർട്ട് 2 ഓഫ് ദ ബ്രിഡ്ജ്. അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിനകത്തെ കണ്ടൻസും കുറച്ച് എങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നമ്മൾ പാർട്ട് 2-നകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, നോ കമ്മിങ് ടു ദിസ് പേപ്പർ. ഇത് ദ ലാസ്റ്റ് പേപ്പറാണ്, അല്ലെങ്കിൽ പേപ്പർ 2-ൻ്റെ ദ ലാസ്റ്റ് പേപ്പറാണ്. പേപ്പർ 2 ഗ്രൂപ്പ് 2-ൻ്റെ ലാസ്റ്റ് പേപ്പറാണ്. ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. 50 മാർക്സാണ് ഇൻ ടോട്ടലായിട്ടുള്ളത് ഈ പറയുന്ന പേപ്പർ. 50 മാർക്കിൽ 15 മാർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ബാക്കി 35 മാർക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ടാണ് വരിക. സോ നമ്മൾ കോർപ്പറേറ്റ് അതിലോ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു എല്ലാ പേപ്പറിനും 30 മാർക്സ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും 30 മാർക്സ് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. പക്ഷേ 30 മാർക്സ് പറയണേ, ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് പേപ്പറാണ്, FM ആൻഡ് SM ആണ്. സോ FM-നും ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, SM-നും ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. സോ ഈക്വലി ആ 30 മാർക്സിനെ അവർ ഡിവൈഡ് ചെയ്തേക്കുവാണ്. നമുക്ക് 15 മാർക്കും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് 15 മാർക്കും ആൻഡ് 35 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ്. സിമിലർലി അവിടെയും 35 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ്. അങ്ങനെയാണ് വരിക. സാർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് FM-നെ പറ്റി പറഞ്ഞുതരും. സോ കമ്മിങ് ടു മൈ പാർട്ട്, ഞാൻ എൻ്റെ സബ്ജക്റ്റിൻ്റെ ഭാഗമായതുകൊണ്ട് പറഞ്ഞാണ്. സോ 15 മാർക്ക് മാത്രമേ നമുക്ക് MCQ വരുന്നുള്ളൂ ഇവിടെ. ബാക്കി 35 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് പോകുന്നത്. നോ നെഗറ്റീവ് മാർക്കിംഗ്. കോർപ്പറേറ്റ് ആൻഡ് അതർ ലോയ്ക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും 2 രീതിയിൽ MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നെങ്കിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് ബേസ് സിനാരിയോ പോലെ അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ 2 രീതിയിലും കോമ്പിനേഷനായിട്ട് അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കമ്മിങ് ടു ദ 35 മാർക്സ്, ദ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്, മെജോറിറ്റി ടൈംസിലും, അതായത് 90% അവരൊരു കോമ്പിനേഷനാണ് വരിക. നിങ്ങൾക്കൊരു നമ്മൾ യൂഷ്വലി 12th വരെ പഠിച്ചാലോ ഡിഗ്രി പഠിച്ചാലോ ഡയറക്റ്റ് ഒരു തിയറി ക്വസ്റ്റ്യൻ തന്നിട്ട് അവർ ആൻസർ എഴുതാൻ വേണ്ടി പറയുന്ന ടൈപ്പ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻസ് അല്ല അവർ ഇടാറ്. നമുക്കൊരു സിനാരിയോ തരും, എന്നിട്ട് നിങ്ങളോട് ഏത് സ്ട്രാറ്റജിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്താലാണ് സക്സസ്ഫുൾ ആകുന്നത്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പൊതുവേ ചോദിക്കാറ്. അതല്ലാതെ അവർ ചില അറ്റംപ്റ്റുകളിൽ, ഇപ്പോൾ കഴിഞ്ഞതിന് മുകളിലത്തെ അറ്റംപ്റ്റൊക്കെ ഭയങ്കര സിമ്പിൾ അറ്റംപ്റ്റ് ആയിരുന്നു. ഈവൻ ദ ലാസ്റ്റ് അറ്റംപ്റ്റ് വാസ് വെരി ഈസി. പക്ഷേ ലാസ്റ്റ് അറ്റംപ്റ്റിൽ അത്രയും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അതിൻ്റെ മുന്നത്തെ അറ്റംപ്റ്റിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വർ ഡയറക്റ്റ്. അപ്പോൾ ചില അറ്റംപ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര സിമ്പിളാണ്, ഈസിയാണ്, ഭയങ്കര ഓരോ ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് അവർ ഫ്രെയിം ചെയ്ത അറ്റംപ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ച ചില അറ്റംപ്റ്റുകളുണ്ട്. പക്ഷേ ദാറ്റ്സ് വെരി റെയർ. കൂടുതലും ചോദിക്കുന്നത് കോമ്പിനേഷനാണ്, ഡയറക്റ്റ് ആസ് വെൽ ആസ് കേസ് ബേസ് സിനാരിയോ പോലെ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ കമ്മിങ് ടു ദിസ്, അപ്പോൾ ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദ മാർക്കിംഗ്. 15 മാർക്സ് MCQ ആൻഡ് 35 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്റ്റിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, നോ ഗോയിങ് ഇൻ ഡീറ്റെയിൽ, ഈ പേപ്പറിനകത്ത് നിങ്ങൾക്ക് ടോട്ടൽ 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ചാപ്റ്റർ വൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് 2-നകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. വിൽ ടേക്ക് എക്സാമ്പിൾസ്, ഐ ടെൽ യു ഹൗ വി ആർ അപ്രോച്ചിങ് ഇൻ ഡീറ്റെയിൽ, എങ്ങനെയാണത് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പാർട്ട് 2-നകത്ത് ഡിസ്കസ് ചെയ്യും. ബട്ട് ഐ വോണ്ട് യു ടു ഹാവ് എ ബേസ് ഐഡിയ. ടോട്ടൽ 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. യു ക്യാൻ ജസ്റ്റ് ഹാവ് എ ലുക്ക് ഇൻ ടു ദ chapter's name: Introduction to Strategic Management, Strategic Analysis External Environment, Strategic Analysis Internal Environment, Strategic Choices, Strategic Implementation and Evaluation. ഇങ്ങനെ ടോട്ടൽ 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ടുള്ളത്. നൗ ഇതൊരു തിയറി പേപ്പറാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. സോ സ്റ്റുഡൻസിന് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, അതായത് ഇപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഇൻ്റർലോട്ട് ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് വരുന്ന ഡൗട്ട്, ഇതൊരു കംപ്ലീറ്റ് തിയറി പേപ്പർ എന്ന് പറയുമ്പോൾ മൊത്തം ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഡയറക്റ്റ് എൻട്രി സ്റ്റുഡൻസ് ആണെങ്കിൽ
നമ്മൾ ഡിഗ്രിക്കകത്ത് പല പല പേപ്പേഴ്സ് പഠിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ്, ബിസിനസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന കുറേ പേപ്പേഴ്സ് പഠിക്കുന്നുണ്ട്. സോ അതുപോലത്തെ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് എഴുതേണ്ട ഒരു പേപ്പറാണോ? അല്ല. ഈവൻ ഇഫ് ഐ ഫ്രെയിംഡ് ഇറ്റ് ആസ് എ തിയറി പേപ്പർ, കുറച്ച് സാധനങ്ങളൊക്കെ, കുറച്ച് വേർഡ്സൊക്കെ, കുറച്ച് തിയറി അല്ലെ കോൺസെപ്റ്റ്സ് നമ്മൾ കുറച്ച് ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബൈഹാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ വേർഡിൽ ആ ബുക്സ് എങ്ങനെയാണോ ടെക്സ്റ്റ് ബുക്സിൽ എഴുതിയേക്കുന്നത് അതുപോലെ തന്നെ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ടല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത്. യു ഹാവ് ടു യൂസ് സർട്ടൻ കീവേഡ്സ്. ഇപ്പോൾ ചില വാക്കുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സിനോണിം എഴുതാൻ, അതിൻ്റെ അതേ അർത്ഥം വരുന്ന ഒരു വാക്ക് എഴുതാനല്ല അവർ ഉദ്ദേശിക്കണേ. ആ വേർഡ്സ് മാത്രം നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് പിക്കപ്പ് ചെയ്യും. ബാക്കി സെൻറ്റൻസുകൾ നമുക്ക് റീഫ്രെയിം ചെയ്തെടുക്കാം. കാരണം അവർ ആൻസർ കീ ഉണ്ടാക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഐസൈഡ് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ് ആൻസർ കീ ഉണ്ടാക്കുക. സോ ഇഫ് യു ഡോണ്ട് യൂസ് എ പെർട്ടിക്കുലർ വേർഡ്, ആ ചെക്ക് ചെയ്യണ ആൾക്ക് ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഇതേ അർത്ഥം തന്നെയാണോ വന്നേക്കണമെന്ന് നോക്കാൻ അവർക്ക് ടൈം ഉണ്ടാവില്ല. സോ ദാറ്റ് ഇസ് വൈ വി ഇൻസിസ്റ്റ് തിയറി പേപ്പർ വരാനത്ത് ജസ്റ്റ് ടേക്ക് ഫ്യൂ വേർഡ്സ് വെൻ യു സ്റ്റഡി, കുറച്ച് ഫെമിലിയാരിറ്റി കൊണ്ടുവരിക വേർഡ്സ് ആയിട്ട്. എന്നിട്ട് ആ വേർഡ്സിനെ നിങ്ങളുടെ ആൻസറിനകത്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും വരുന്നത് എന്താ, നമുക്ക് നമ്മുടെ ബ്രെയിൻ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് ഏറ്റവും സിമ്പിൾ വേർഡ്സ് ഉണ്ട് അതങ്ങ് പിക്കപ്പ് ചെയ്ത് എഴുതാനായിട്ടാണ്. നമ്മളെപ്പോഴും നമുക്ക് ആ ഒരു ടെൻഡൻസിയാണ്. വി ഡോണ്ട് വോണ്ട് ടു ലേൺ ന്യൂ വേർഡ്സ്. അപ്പോൾ ഈ SM എന്ന് പറയുന്ന പേപ്പർ പഠിക്കാൻ നേരത്തെ ഈവൻ ദോ ആ അതേ അർത്ഥം വരുന്നൊരു വാക്ക് നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ യൂസ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ അതിൻ്റെ കുറച്ചും കൂടെ ഒരു നമ്മൾ പറയില്ല, കുറച്ചും കൂടെ ഡിഫിക്കൾട്ട് ടേം അല്ല, ആ ഒരു നമുക്ക് പരിചയമില്ല, നമ്മൾ ഡേ ടു ഡേ ബേസിൽ യൂസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ടേംസ് ആയിരിക്കും നമ്മൾ ആ പേപ്പറിനകത്ത് കാണുന്നത്. പക്ഷേ അതിൻ്റെ അതേ അർത്ഥം വരുന്ന രീതിയിലുള്ള ആ സിമിലർ വേർഡ്സ് വിൽ ബി യൂസിങ് ഓൺ എ ഡേ ടു ഡേ ബേസ്. അല്ലെങ്കിൽ നിങ്ങൾ 11th-ലോ 12th-ലോ ഡിഗ്രിയിലോ ഒക്കെ അത് പല പല സബ്ജക്ട്സിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ അതിൻ്റെ ഒരു ഫെമിലിയാരിറ്റി ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇത് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ എഴുതി വെക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് പേപ്പർ അല്ല. സോ യു ഹാവ് ടു ഹാവ് എൻ ഐഡിയ റിഗാർഡിങ് ദാറ്റ്. അതായത് ഇത് ബൈ ഹാർട്ട് ചെയ്ത് അതുപോലെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. യു ക്യാൻ ആസ്ക് എനി ഓഫ് അവർ പ്രീവിയസ് സ്റ്റുഡൻസ്, they'll also tell the same only. സോ എനിക്കറിയാം മെജോറിറ്റി, വളരെ മൈനോറിറ്റി സെറ്റ് ഓഫ് സ്റ്റുഡൻസിന് മാത്രമേ തിയറി പേപ്പറിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ. മെജോറിറ്റിക്കും പ്രോബ്ലം പേപ്പറാണ് താല്പര്യം. അതിൻ്റെ റീസണൊക്കെ ഞാൻ ഓൾറെഡി കോർപ്പറേറ്റ് അതിലോ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. എഴുതി ശീലമില്ലാത്തതുകൊണ്ടും നമുക്ക് റിക്കളക്ട് ചെയ്യാം, നമ്മൾ വായിച്ച് പഠിക്കാനാണ് എപ്പോഴും ശ്രമിക്കുക. SM എന്ന് പറയുന്ന പേപ്പർ ആണെങ്കിലും ഒരു തിയറി പേപ്പർ ആകുമ്പോൾ യു വിൽ ഹാവ് എ ടെൻഡൻസി വിൽ ജസ്റ്റ് റീഡ് ഇറ്റ് ഓഫ്. ക്ലാസ്സിൽ ഇങ്ങനെ വായിച്ച് എൻ്റെ അർത്ഥം പറഞ്ഞു പോകുന്നു. അങ്ങനത്തെ ഒരു അപ്രോച്ചേ അല്ല നമ്മൾ ഈ പേപ്പറിനകത്ത് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഐ ടെൽ യു ഐഡിയ ഓൺ ഹൗ വിൽ ബി ഡീലിംഗ് വിത്ത് ദിസ് പെർട്ടിക്കുലർ പേപ്പർ. ഇതിനകത്ത് എക്സാക്ട്ലി ടെക്സ്റ്റ് തന്നിരിക്കുന്ന പോലെ വായിക്കുന്നു, അർത്ഥം പറയുന്നു, അങ്ങനെയല്ല ക്ലാസ്സിൻ്റെ പാറ്റേൺ. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് എഗെയിൻ എ ഫെമിലിയാരിറ്റി. എന്താണ് സ്ട്രാറ്റജി, വാട്ട് ഇസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, അങ്ങനെ കുറച്ച് ടേംസിൻ്റെ ഒരു ഫെമിലിയാരിറ്റി. സോ ഐ വുഡ് സേ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് തിയറി ചാപ്റ്റർ, ബട്ട് അതിനകത്തും കുറേ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ വി സ്റ്റാർട്ട് വിത്ത് ചാപ്റ്റർ 2, ചാപ്റ്റർ 3, 4 ഒക്കെ മൊത്തം പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനീസ്, അവർ സക്സസ്ഫുള്ളായ സ്ട്രാറ്റജീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ 2 ആൻഡ് ചാപ്റ്റർ 3-ലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്റർ 2, 3 ആൻഡ് 4 ഈ 3 ചാപ്റ്റേഴ്സിലായിരിക്കും. 3, 4 നല്ല ഡീറ്റെയിൽഡ് ആയിട്ട്. 2-ൽ വീൽ ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദി എക്സാമ്പിൾസ്, അത്രേ ഉള്ളൂ. 1 അഗൈൻ ഐ വിൽ സേ എക്സാമ്പിൾ ഇല്ല എന്നല്ല, ബട്ട് ദെൻ ആ ഒരു കുറേ കൂടെ ടെർമിനോളജി ഒക്കെ ആയിട്ട് ഒരു ഫെമിലിയാരിറ്റി വരുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 1. ചാപ്റ്റർ 5-ലും അഗെയിൻ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് 1, 2, 3, 4 and 5 എങ്ങനെ അത് നടത്തിയെടുക്കാം, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെയാണ് നമ്മൾ ചാപ്റ്റർ 5-നകത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ 2, 3, 4, 5 വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേപ്പർ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പ്രാക്ടിക്കൽ ലൈഫിൽ കമ്പനീസ് സക്സസ്ഫുൾ ആയത് എങ്ങനെ, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന കുറേ കമ്പനീസ് ഉണ്ടാകും, ഗൂഗിൾ അല്ലെങ്കിൽ നമ്മുടെ HUL, ITC, ഇങ്ങനത്തെ കമ്പനീസ്, ടാറ്റ. സോ ഇങ്ങനത്തെ കമ്പനീസൊക്കെ എങ്ങനെയാണ് സക്സസ്ഫുൾ ആയത്, അവരുടെ പ്രോഡക്റ്റ്, അവർ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ട്, അവർക്ക് ഓരോ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ അവർ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആയിരിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മെജോറിറ്റി കമ്പനീസും ചില പ്രോഡക്റ്റൊക്കെ ലോഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ചില സർവീസ് സെക്ടറിലുള്ള ആൾക്കാരാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ട് പോലും അവർ അൺസക്സസ്ഫുൾ ആയിപ്പോയി, ഫെയിലിയർ ആയിപ്പോയി. അതിൻ്റെ റീസൺ എന്താണ്, അത് എന്ത് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയേനെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആയിട്ട് 2, 3, 4, 5-നകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എത്രത്തോളം ഈ പറയുന്ന പേപ്പർ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഇൻട്രസ്റ്റിംഗ് ആക്കിയായിരിക്കും നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. സോ അത് ഒരിക്കലും നിങ്ങളെ ക്ലാസ് ചെയ്തിട്ട് മനപ്പാടമാക്കി അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. വിൽ നോട്ട് ഡൂ ദാറ്റ്. പക്ഷേ ലൈക്ക് ഐ സെഡ് ചില വേർഡ്സിന് ഫെമിലിയാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ നമുക്കത്
അത് നമ്മൾ കുറച്ച് നിങ്ങൾ ഡേ ടു ഡേ ബേസിൽ യൂസ് ചെയ്യാത്തത് കൊണ്ടാവാം. അപ്പോൾ അതൊന്ന് ഫെമിലിയാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. എഗെയിൻ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രാവിലെ, അതായത് നമുക്ക് ഒരു ഫുൾ ഡേ സെഷൻ വരാൻ നേരത്ത് രാവിലെ തൊട്ട് ഉച്ച വരെ വിൽ ബി സ്റ്റഡിങ് ദ തിയറി പാർട്ട്. കാരണം അത് നമ്മൾ ബ്രെയിൻ ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ നമുക്ക് ആ തിയറി പഠിക്കാനും അത്ര ഡിഫിക്കൽട്ട് ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ആ വേർഡ്സ് പിക്കപ്പ് ചെയ്യാനായിട്ടും ഒക്കെ നമുക്കൊരു ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടൈമാണ് മോർണിംഗ്. അപ്പോൾ ആ ഉച്ച തൊട്ടിട്ട് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം വിൽ ബി ഡൂയിങ് ദ വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ. Like I've discussed in the previous session, workbook is a combination of previous attemptും നമ്മുടെ RTP MTP ഒക്കെ അടങ്ങുന്ന ഒരു നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് സിനാരിയോ ബുക്കാണ്. സോ അതിനകത്തുനിന്ന് ഓരോ ചാപ്റ്ററിൻ്റെ അകത്തും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിനകത്ത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ലെറ്റസ് ടേക്ക് എ കോമൺ എക്സാമ്പിൾ. സി ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മീനിങ് ആൻഡ് നേച്ചർ ഓഫ് എസ്. അത് നമുക്ക് തിയറി പോലെ തോന്നും. ആ തിയറിനെ തന്നെ ഒരു കേസ് ബേസ് ക്വസ്റ്റൻ ആയിട്ടായിരിക്കും ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ് കേസ് ബേസ് ക്വസ്റ്റൻ ചോദിച്ചേക്കുന്നത്, നമുക്ക് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, അവിടെ മീനിങ് ആൻഡ് നേച്ചറാണ് എഴുതേണ്ടത്, അവിടെ കേസ് ബേസ്ഡ് ആണെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ലെവലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഫെമിലിയാരിറ്റി വിത്ത് റൈറ്റിംഗ് സ്കിൽസ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. സോ എവറി ഡേ മോർണിംഗ് വിൽ ബി സ്റ്റഡിങ് ദ തിയറിറ്റിക്കൽ പാർട്ട് ആൻഡ് ഈവനിങ് വിൽ ബി ഡൂയിങ് ദ ക്വസ്റ്റൻ. പിന്നെ ചില ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റൻസ് ഉണ്ടാവില്ല, അപ്പോൾ വിൽ ബി കണ്ടിന്യൂയിങ് വിത്ത് ദ തിയറി. അങ്ങനെയാണ് നമ്മൾ ഓരോ ടോപ്പിക് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററും അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ചില ടോപ്പിക്സ് കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് വിൽ ബി ഡൂയിങ് ആക്ടിവിറ്റീസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആൾക്കാർക്കും ഓരോ ടോപ്പിക്സ് കൊടുക്കും ആൻഡ് വിൽ ആസ്ക് ദെം ടു ഐഡൻറ്റിഫൈ ദിസ്. സോ ദാറ്റ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് കേസ് അത് ചെയ്യുന്നത് തന്നെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് പ്രീവിയസ് അറ്റംപ്റ്റ്സിൽ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഒരു ആക്ടിവിറ്റി പോലെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്കറിയാം ഇങ്ങനെ ചിന്തിക്കണം. സോ ലോഡ് ഓഫ് പീപ്പിൾ ആർ ഇൻവോൾവ് ഇൻ ദറ്റ് ആക്ടിവിറ്റി. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഫ്രണ്ട് ചിന്തിക്കുന്നത്. പല ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ആ പറയുന്ന ആൻസറിനകത്ത്. സോ വെൻ വി ഡിസ്കസ് ഇൻ ദ ക്ലാസ് ഇങ്ങനെയും ചിന്തിക്കാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും കൂടി ഈ ആൻസർ പ്രസൻറ്റ് ചെയ്യാമായിരുന്നു എന്നൊരു ഐഡിയ കിട്ടും. സോ ചില ടോപ്പിക്സിന് വിൽ ഓൾസോ ഹാവ് ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ച്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ടോപ്പിക് ഓഫ് എസ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഡോണ്ട് തിങ്ക് വിൽ ബി ജസ്റ്റ് റീഡിങ്, അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുന്നു, നിങ്ങളോട് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു, ബൈ ഹാർട്ട് ചെയ്ത സാധനം തന്നെ എഴുതാൻ വേണ്ടി പറയുന്നു. ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ദിസ് ഹൗ വിൽ ബി ഡീലിംഗ് വിത്ത് ദ പേപ്പർ 6 സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. പിന്നെ ഇപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് എക്സാമ്പിളായിട്ട് പറഞ്ഞു തരും, പ്രാക്ടിക്കൽ എക്സാമ്പിളായിട്ട് ചെയ്തു തരും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനി സക്സസ്ഫുൾ ആയത്. ഓൾ ദിസ് വിൽ ബി ഡിസ്കസിങ് ഇൻ ഡീറ്റെയിൽ ഫോർ പാർട്ട് 2. അതിനകത്ത് ഞാൻ ഒരു ചാപ്റ്ററിൻ്റെ പ്രോബ്ലി ചാപ്റ്റർ 3 or 4ൻ്റെ ഒരു ടോപ്പിക് എടുത്തിട്ട് എങ്ങനെയാണ് അത് പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ കാണുന്ന പ്രോഡക്ട്സ്. അപ്പോൾ അത് ചിലതൊക്കെ നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കാണുന്ന പ്രോഡക്ട്സ് ആയിരിക്കും, പക്ഷേ അത് ഏത് കമ്പനിയുടെയാണ് നമുക്കറിയില്ല. ചിലതൊക്കെ ഒരു കമ്പനിയുടെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഇവർ കോമ്പറ്റീറ്റേഴ്സ് അല്ലേ, ഞാൻ വിചാരിച്ചത് ഇവരുടെ കോമ്പറ്റീറ്ററാണ് അവർ, ഇതെല്ലാം ഒരു കമ്പനിയുടെ ആയിരുന്നോ, ദീസ് വെയർ ബിലോങ്ങിങ് ടു വൺ പെർട്ടിക്കുലർ കമ്പനി ഉള്ളി, നമുക്കറിയില്ലായിരുന്നു. ഓൾ ദിസ് ഭയങ്കര നമുക്ക് ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസും എസ് പഠിക്കാൻ നേരത്തായിരിക്കും പറയുന്നത് വി നെവർ ന്യൂ ദാറ്റ് ഇതെല്ലാം കൂടെ ഒരു കമ്പനിയുടെ ആയിരിക്കും, അവർ അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെയൊന്നും അല്ലല്ലോ കാണിക്കുന്നത്. സോ ദാറ്റ് ആൻഡ് ഓൾ വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. സോ ഇൻ പാർട്ട് 2 വിൽ ബി ഡിസ്കസിങ് ദാറ്റ്. നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ട് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ എന്താണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് ഒരു കുഞ്ഞ് ഐഡിയ അബൌട്ട് വാട്ട് ഈസ് പേപ്പർ 6 സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, മാർക്സ് എങ്ങനെയായിരിക്കും അതിൻ്റെ അപ്രോച്ച് ആൻഡ് ഓൾ. ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ. സോ ഐ വിൽ സീ യു ഫോർ പാർട്ട് 2. Which is a detailed session of any particular topic from the strategic management paper. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ again I am telling you എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ please write it in the comment box. Okay, thank you so much.